രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് എക്സ് കണ്ടസ്റ്റൻസിന്. അതായത് പുറത്ത് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾ പുറത്ത് നിന്ന് ബിഗ് ബോസ് കാണുമ്പോഴും അകത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറയണമായിരുന്നു. അതായിരുന്നു ടാസ്ക്. ഗബ്രി തന്നെയാണ് ആദ്യം പറയാൻ തുടങ്ങിയത്. ഗബ്രി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ജാസ്മിൻ അങ്ങോട്ട് എന്താ പറയുക, കുടുകുടാ കണ്ണീരൊഴുകാണ്. എന്തിനാണ് കരയുന്നതെന്ന് ജാസ്മിന് മാത്രമേ അറിയാവുള്ളൂ. അത്രയ്ക്ക് സങ്കടം വന്ന് ജാസ്മിൻ ഇരുന്ന് കരയാണ്. മാക്സിമം അത് ആരും കാണാതിരിക്കാൻ വേണ്ടി കണ്ണുനീര് തുടയ്ക്കുകയും പിടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണോ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ജാസ്മിൻ്റെ ആ ഒരു ഇമോഷൻസ് ഒക്കെ കാണണം. ഗബ്രി പറയുന്നത് ഇതാണ്: ഞാൻ പോയപ്പോൾ എല്ലാവരും ജാസ്മിനോട് പെരുമാറുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ ദേഷ്യവും സങ്കടമൊക്കെ തോന്നിയിരുന്നു. വേറൊന്നുമല്ല, രശ്മിൻ ബായ് വരെയും അവളോട് വളരെ മോശമായി പെരുമാറിയതൊക്കെ ഞാൻ കണ്ടു. എൻ്റെ കാര്യം പറഞ്ഞ് പലരും അവളെ ഹരാസ് ചെയ്യുന്നതൊക്കെ കണ്ടു. അതൊന്നും ഒട്ടും നല്ലതല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ചിലപ്പോൾ അതൊക്കെ കേട്ടിട്ടായിരിക്കും ജാസ്മിൻ അത്രയധികം കരഞ്ഞത്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു. ആരും അങ്ങനെയൊന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലില്ലായിരുന്നു. ഞാൻ തക്കതായ മറുപടി കൊടുത്തേനെ എന്നൊക്കെയാണ് ഗബ്രി പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ ജാസ്മിന് ഗബ്രിയോടുള്ള പ്രണയം ഒന്നുകൂടി ഇരട്ടിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഗബ്രി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് ജാസ്മിന്. നമുക്ക് കാണുന്ന ഏത് പൊട്ടന്മാർക്കും അത് മനസ്സിലാകും. ഇനി എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്, എത്രയൊക്കെ ബെസ്റ്റിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഗബ്രി വന്നപ്പോൾ മുതൽ വെളുപ്പിനെ ഒരു 7 മണിക്ക് ഗബ്രി എത്തിയപ്പോൾ മുതൽ ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയം വരെ കണ്ണിമ വെട്ടാതെ ഗബ്രിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ജാസ്മിൻ. വേറെ ഒന്നുമില്ല. ആ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനും ഗബ്രിയും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. ജാസ്മിൻ്റെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയില്ലേ നമ്മുടെ നിവിൻ പോളി പറഞ്ഞ പോലെ. ആ ഒരു അവസ്ഥയിലൂടെയാണ് ജാസ്മിൻ പോകുന്നത്. 3 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്താവുമെന്ന് കാത്തു തന്നെ കണ്ടറിയാം.